ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഇല്ലാത്ത പകരക്കാരെ ഉണ്ടാക്കുന്നവന് ദുരിതം എന്ന വിഷയമാണ്. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചില കാര്യങ്ങൾ പകരം വെക്കാനില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ പറ്റൂ. ഉദാഹരണത്തിന് പ്രാർത്ഥനയ്ക്ക് പകരം പ്രാർത്ഥന മാത്രം, വിശുദ്ധിക്ക് പകരം വിശുദ്ധി മാത്രം, വിശുദ്ധ കുർബാനയ്ക്ക് പകരം വിശുദ്ധ കുർബാന മാത്രം. അവയ്ക്കൊന്നും പകരക്കാരില്ല. അതുകൊണ്ട് തന്നെ അവയ്ക്ക് പകരക്കാരെ ഉണ്ടാക്കി ഞാൻ പ്രാർത്ഥിക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ കുർബാനയ്ക്ക് പോകുന്നില്ലെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിലും ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഇതൊന്ന് പറഞ്ഞാൽ അത് പകരക്കാരാകില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ നമ്മുടെ മാർപ്പാപ്പ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. എൻ്റെ ക്യൂരിയ മെമ്പേഴ്സ്, തന്നോട് ഏറ്റവും അടുത്ത് നിന്ന് സഭയെ നയിക്കുന്ന വ്യക്തികൾ ക്യൂരിയ മെമ്പേഴ്സ്, അവരെ പോലും ബാധിച്ചിരിക്കുന്ന ചില രോഗങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. അതിൽ ഒന്നാമത്തേതാണ് എനിക്ക് പകരമായിട്ട് വേറെ ആരുമില്ല, ഞാനില്ലാതെ പോയാൽ ഈ കാര്യം നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ആ ഒരവസ്ഥ രോഗാവസ്ഥയായിട്ട് കാണണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് പലരുടെയും മനോഭാവം നമുക്ക് കാണാൻ സാധിക്കും. ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ ശരിയാകത്തില്ല, എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ മൊത്തം കുളവാകും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരെ മാർപ്പാപ്പ പറഞ്ഞത് നമ്മളിൽ ഒരാളില്ലെങ്കിലും ദൈവത്തിന് ആ കാര്യം മറ്റൊരാളിലൂടെ ചെയ്യാൻ പറ്റും. ഈ ഒഴിച്ചുകൂട്ടാനാവാത്തത് നമ്മളല്ല, ദൈവമാണ്. യോഹന്നാൻ 15-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വചനം അവസാനിക്കുന്നത് അത് പറഞ്ഞുകൊണ്ടാണ്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. പക്ഷേ നമ്മളില്ലെങ്കിലും ദൈവത്തിന് കാര്യങ്ങൾ നടത്താൻ പറ്റും. ഞാനില്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാകുകയില്ല എന്ന് ചിന്തിക്കുന്നത് അതൊരു രോഗത്തിന്റെ സൂചനയാണെന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. രണ്ടാമതൊരു കാര്യമുണ്ട്, ആത്മീയ മറവി രോഗം. ഇന്ന് പലർക്കും പറ്റുന്നൊരു അവസ്ഥയാണ്. ആത്മീയ കാര്യങ്ങൾ അവർ മറന്നുപോകും. എന്നാ കുമ്പസാരിച്ചത് എത്ര നാളായി, കുമ്പസാരിച്ചിട്ട് കുമ്പസാരത്തിന് കിട്ടിയ പ്രായശ്ചിത്തം ചെയ്തോ അതൊന്നും ഓർക്കുന്നില്ല. എന്തൊക്കെയാണ് നേർച്ചകൾ നേർന്നത് അതൊന്നും ഓർക്കുന്നില്ല. അതിൽ നിറവേറ്റിയത് ഏതൊക്കെയാണ്, നിറവേറ്റാനുള്ളത് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർക്കാതിരിക്കുന്നവര് ആത്മീയ മറവി രോഗം ബാധിച്ചിരിക്കുന്നവര്. മൂന്നാമതൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, എക്സിസ്റ്റൻഷ്യൽ സ്കിസോഫ്രേനിയ എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്ന് പറഞ്ഞാൽ സ്കിസോഫ്രേനിയ ഒരു വല്ലാത്ത രോഗമാണ്. എക്സിസ്റ്റൻഷ്യൽ സ്കിസോഫ്രേനിയ, ഞാൻ മാത്രമേ ഉള്ളൂ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, ഞാൻ എൻ്റെ കാര്യം എൻ്റെ സുഖം, മറ്റുള്ളവരെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെയുള്ളവരെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗമായിട്ട് നമ്മൾ കാണണം എക്സിസ്റ്റൻഷ്യൽ സ്കിസോഫ്രേനിയ. പൗലോസിലെ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ആത്മീയത വളർന്നപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ചൊരു കാര്യം ഗലാത്യർ 2:20 വായിച്ച കാണാൻ പറ്റും. ഞാനില്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അങ്ങനെയുള്ളവര് എക്സിസ്റ്റൻഷ്യൽ സ്കിസോഫ്രേനിയ തൊട്ട് തീണ്ടാത്തവരാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ 3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ് പല കാര്യങ്ങളിൽ പെട്ട 3 കാര്യങ്ങളാണ്. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം, ഞാനില്ലെങ്കിലും ദൈവത്തിന് ആരിലൂടെയെങ്കിലും കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പറ്റും എന്നുള്ള ആ ഒരു ബോധ്യം അത് നമുക്കുണ്ടാകണം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ 3 കാര്യങ്ങൾ, പകരക്കാരനില്ലാത്ത 3 കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെട്ടിരിക്കാം. എന്നിട്ട് അവയ്ക്ക് പകരക്കാരനെ കണ്ടുപിടിച്ച് ജീവിക്കുന്നവർക്ക് ദുരിതം എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, പ്രാർത്ഥനയ്ക്ക് പകരം പ്രാർത്ഥന മാത്രം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2744 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന ഒരു നിർണായക ആവശ്യമാണ്. പ്രയർ ഈസ് എ വൈറ്റൽ നെസസിറ്റി. നമ്മൾ ജീവിച്ചിരിക്കാൻ ഓക്സിജൻ വേണമെന്ന് പറഞ്ഞ പോലെ ആത്മീയ ജീവിതത്തിന് വളരെ ആവശ്യമായ ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. സഭ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നമുക്കൊരു 3 വിശുദ്ധർ പറഞ്ഞിരിക്കുന്ന കാര്യം കൂടി ഓർക്കാം. വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ അദ്ദേഹം പറഞ്ഞത്, നാം ശ്വാസോച്ഛ്വാസം നടത്തുന്നതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം ദൈവത്തെ അനുസ്മരിക്കണം. നമുക്കറിയാം, ഒരു ദിവസം എത്രയോ പ്രാവശ്യം നമ്മൾ ശ്വാസോച്ഛ്വാസം നടത്തുന്നു, അതിനേക്കാൾ കൂടുതൽ ദൈവത്തെ അനുസ്മരിക്കണം, ദൈവ സാന്നിധ്യം അനുസ്മരിച്ച് ജീവിക്കണം എന്നുള്ളത് ഈ വിശുദ്ധൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഫിലിപ്പ് നേരി പറയുന്നുണ്ട്, മനുഷ്യൻ തൻ്റെ കഴിവുകൊണ്ട് വർഷങ്ങളോളം നോക്കിയിട്ട് നടക്കാത്തത് ദൈവം നടത്തി തരാനാണെങ്കിൽ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, ഒരു നിമിഷം മതി. അത് ആരിലാ സാധ്യമാവുക? പ്രാർത്ഥിക്കുന്നവരിൽ. അതുകൊണ്ട് പ്രാർത്ഥന വളരെ നിർണായകമായിട്ടുള്ള ഒരാവശ്യമാണ് എന്ന് ഓരോ ക്രിസ്ത്യാനിയും ഓരോ ദൈവ പൈതലും അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഈ വിശുദ്ധൻ പഠിപ്പിക്കാൻ. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളുടെ ഉറവിടവും വേരും മാതാവുമാണ് പ്രാർത്ഥന. അപ്പൊ ഈ പ്രാർത്ഥന എത്ര അനുഗ്രഹപ്രദമാണ്, ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സാധാരണ നമ്മള് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇച്ചിരി പ്രാർത്ഥിക്കുന്നതും വചനം ഏറ്റെടുക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. മോർണിംഗ് പ്രയർ, അതേക്കുറിച്ച് പല വിശുദ്ധരും സൂചിപ്പിച്ച ഒരു കാര്യം. ജോൺ ബനിയൻ എന്നുള്ള നല്ല ആത്മീയ ജീവിതം ഉണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞത്,
മോർണിംഗ് പ്രയർ എന്ന് പറഞ്ഞാൽ വീണ് കിടക്കുന്നവർക്ക് പറന്നുയരാൻ അവരെ സഹായിക്കുന്ന ചിറകാണ് പ്രഭാത പ്രാർത്ഥന. അപ്പം അതുകൊണ്ട് പ്രഭാതത്തിൽ പ്രാർത്ഥന നടത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, പ്രഭാതത്തിൽ തന്നെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ നമുക്ക് പറന്നുയരാൻ പറ്റും. രണ്ടാമത്തെ കാര്യമാണ് വിശുദ്ധിക്ക് പകരം വിശുദ്ധി മാത്രം. വിശുദ്ധി കളഞ്ഞു കുളിച്ചിട്ട് ഞാൻ എത്ര ചാരിറ്റി കൊടുത്ത് സ്വർഗത്തിൽ പോകാം എന്ന് വിചാരിച്ചാലും അത് നടക്കണമെന്നില്ല. വിശുദ്ധിക്ക് പകരം വിശുദ്ധി മാത്രം. നമുക്ക് വില പകരുന്ന, സംരക്ഷണം നൽകുന്ന ഒന്നാണ് വിശുദ്ധി. ജ്ഞാനത്തിന്റെ പുസ്തകം 5:19 പറഞ്ഞിരിക്കുന്നത് വിശുദ്ധി അജയമായ പരിചയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് സംരക്ഷണം നൽകുന്ന ഒന്നാണ് വിശുദ്ധി. അത് വസ്ത്രം പോലെ ധരിക്കുന്നെങ്കിൽ നാം സുരക്ഷിതരാകും, നാം വിലയുള്ളവരാകും. അശുദ്ധി നമ്മുടെ വില കെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് വിലയുള്ളവരായി ജീവിക്കണമോ വിലയില്ലാത്തവരായി മാറണമോ നമ്മുടെ തീരുമാനം അനുസരിച്ചിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യമാണ് വിശുദ്ധ കുർബാനയ്ക്ക് പകരം വിശുദ്ധ കുർബാന മാത്രം. ചില പറയാറുണ്ട്, ഞാൻ കത്തോലിക്കാ സഭയിൽ പോക്ക് നിർത്തി, കുർബാനയ്ക്കൊന്നും ഞാൻ പോകുന്നില്ല, ഞാൻ വേറെ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ നല്ല സ്തുതിപ്പ്, അവിടെയാണെങ്കിൽ നല്ല വചനപ്രഘോഷണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതാണ് എനിക്ക് മനസ്സിന് കുറച്ചുകൂടെ കുളിർമ തരുന്നത്. നമ്മൾ 8-10 മണിക്കൂർ വെടിക്കെട്ട് സ്തുതിപ്പ് നടത്തിയാലും അവിടെ കിട്ടാത്തതാണ് വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കുക. ഒരുപക്ഷെ കുർബാന അർപ്പിച്ച വൈദികൻ വാക്ചാതുര്യമുള്ള വ്യക്തിയായിരിക്കണമെന്നില്ല, ഒരുപാട് വലിയ കരിസ്മാറ്റിക് കൃപകളോ ദാനങ്ങളോ ഉള്ള വ്യക്തി ആയിരിക്കണമെന്നില്ല. പക്ഷേ ഒരു ബലി നമ്മൾ അർപ്പിക്കുമ്പോൾ, വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ അവിടെ കിട്ടുന്നത് മറ്റൊരിടത്തും കിട്ടാത്ത ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നമുക്ക് പകരക്കാരനില്ലാത്ത ഇവയ്ക്ക് പകരക്കാരെ കണ്ടെത്തുന്നതിന് പകരം ഇവ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും, നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹപ്രദമാകും. ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാതിരിക്കുന്നതിന് ഒരുപാട് ഒഴികഴിവ് കണ്ടെത്തി പ്രാർത്ഥിക്കാതിരിക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവ്വ നന്മകളുടെയും ഉറവിടമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. നാളെ ഇതുവരെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നന്മകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആത്മീകവും ഭൗതികവുമായ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരണമേ. പാപത്തിൽ വീഴാതെ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന രോഗങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുവാൻ തിരുവുള്ളമാകണമേ. ആമേൻ. നമ്മുടെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാളെ വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.